ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാരിഷ് കെ ബാദ് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആക്ടിവിറ്റി 1. കഹാനി കെ ആധാർ പർ സഹി യാ ഗലത് ക നിശാൻ ലഗായേ. താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് ഈ ചാപ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ. അതിലേതാണ് കറക്റ്റ്, ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് സൈഡിലുള്ള സ്ക്വയർ ബോക്സിൽ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, ബച്ചെ ദോസ്തി മേ മസ്ത് രഹത്തെ ഹെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സൗഹൃദത്തിൽ സന്തോഷിച്ചിരിക്കുകയാണ്. മസ്തി എന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ച് എന്ന് വെച്ചാൽ മലയാളത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ അടിച്ചു പൊളിച്ചെന്ന് പറയാം. ബച്ചെ ദോസ്തി മേ മസ്ത് രഹത്തെ ഹെ കറക്റ്റാണ്. ബച്ചെ ബാരിഷ് മേ ഖേൽത്തെ ഹെ, കുട്ടികൾ മഴയത്താണ് കളിച്ചതെന്ന് അല്ലല്ലോ, റോങ് ആണ്. ബച്ചെ കാഗസ് കി നാവ് ബനാത്തെ ഹെ, അതും റോങ് ആണ് അല്ലേ, वो भी गलत है. बच्चे क्या पत्ते की नाव बनाते हैं. फिर क्या, देन फोर्थ वन, पत्ते की नाव पलट जाती है, അത് കറക്റ്റാണ്. देन गोकुल गाय बरसाती मौसम में दिखती है, അത് കറക്റ്റാണ്. कीचड़ में गिरने पर गुड्डू रोता है, അത് കറക്റ്റ് അല്ലല്ലോ, റോങ് ആണല്ലേ. गुड्डू रोता नहीं, वो हंसता है. അടുത്തത് സെക്കൻഡ് ആക്ടിവിറ്റി, പത്തേ കി നാവ് പലട്നെ പർ ക്യാ ഹുവ ജോഡ് കർ ലിഖേ. നെക്സ്റ്റ് വന്നിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്, അതായത് ചേരുംപടി ചേർക്കുക. പത്തേ കി നാവ് പലട്നെ പർ ക്യാ ഹുവ, तो उसका उत्तर है चीटा पानी में तैरकर टहनी पर आ गया. ഫസ്റ്റിൻ്റെ ആൻസർ വന്നിട്ട് പാനി में तैरकर टहनी पर आ गया. और लाल काला कीड़ा पत्ते की नाव के नीचे दिखाई पड़ा, അത് ഫസ്റ്റ് വൺ ആണ്. ദെൻ ഗുഡ്ഡു ഓർ ഗുഡ്ലി കാ ക്യാ ഹുവ, ഗുഡ്ഡു ഓർ ഗുഡ്ലി ലാസ്റ്റ് വൺ. ഉൾട്ടി ബഹती नाव के पीछे भागे. देन केचुआ का क्या हुआ, केचुआ थर्ड वन पानी के अंदर चला गया. थर्ड एक्टिविटी, बारिश के मौसम में गुड्डू और गुडली ने क्या क्या किए, कहानी से चुनकर लिखे. ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം ഈ മഴക്കാലത്ത് ഗുഡ്ഡുവും ഗുഡ്ലിയും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന്. वो दोनों बरसाती नाले में ज़बरदस्ती कुछ सवारियों को पत्ते की नाव में बिठाकर तैराने की कोशिश की. നെക്സ്റ്റ് എന്താണ് ചെയ്തത്, वो दोनों गोकुल गाय को ढूंढे, दोनों कीचड़ में खेले. नेक्स्ट पेज, ये शब्द पढ़े, कहानी से इनकी विशेषता बताने वाले शब्द चुनकर लिखे. താഴെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ നമ്മൾ ഈ കഹാനി തന്നെ ഈ വാക്കുകളുണ്ട്. അതിന് വിശേഷണം, ഫ്രണ്ടിൽ എന്തെങ്കിലും വിശേഷണം ഉണ്ടായിരിക്കും, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ജേസേക്ക് നോക്കോണേ, മിട്ടി ഫോർ എക്സാമ്പിൾ ആണ്, മിട്ടി, ഗീലി മിട്ടി. അടുത്തത് കീട, ലാൽ കാല കീട. നാവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, പത്തേക്ക് നാവ്, നാലേനെ ബർസാത്തി നാലേ. ദെൻ മേണ്ടക്, छोटा मेंढक. फिर मुँह, काला मुँह. नेक्स्ट एक्टिविटी, डायरी लिखे. भागदौड़ में गुड्डू फिसला और जाकर कीचड़ में धम से गिर गया. घर आकर भी गुड्डू हंसता रहा, वह यादों में खो गया. गुड्डू की डायरी लिखे. അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ഒരു ഡയറി എഴുതാനാണ്. ഗുഡ്ഡു എന്താ ചറുക്കി ചെളിയിൽ വീണില്ലേ, എന്നിട്ട് അവരെല്ലാവരും രണ്ടുപേരും കൊണ്ട് ചിരിച്ചില്ലേ, ആ ഒരു സിറ്റുവേഷൻ ഓർത്ത് ഒരു ഡയറി എഴുതാനാണ്. ഗുഡ്ഡു എഴുതുന്ന രീതിയിൽ ഒരു ഡയറി എഴുതാനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് ഒരു ഡേറ്റ് വേണം, പിന്നെ ഏത് വീക്കിലാണ് നമ്മൾ നടക്കുന്നത്, അങ്ങനെ അത് എഴുതാം. ഞാൻ ഇവിടെ ശനിവാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സ്കൂൾ नहीं था, सुबह से बारिश थी. दोपहर को जब बारिश ख़त्म हुई, मैं और गुटली बाहर बरसाती नाले में खेले. एक पत्ते के नाव पर 2-3 कीड़े सवारियों को बिठाकर पानी में खेले. गुटली मुझसे गुस्सा होकर मेरे पीछे चिल्लाकर भागी. भागते वक्त मैं कीचड़ में थम से गिर गया. यह देखकर
ഗുട്ട്ലി ഗുട്ട്ലിയാണ് ഗുഡ്ഡിയല്ല ഗുട്ട്ലി ബഹുത് ഹസി उसका हंसना देखकर मुझे भी हंसी आया आज हम दोनों मिलकर बहुत सारे मस्ती की അപ്പോൾ നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഡയറി में क्या क्या होना चाहिए तारीख लिखी है ഡയറിയിൽ ഡേറ്റ് എഴുതിയൊന്ന് നോക്കണം മുഖ്യ ഘട്ടനാओं का उल्लेख किया है നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ മെയിൻ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം ദെൻ അപ്ന വിചാർ പ്രകട് കിയാ ഹെ നമ്മുടെ വിചാരം അതിൽ നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതിൽ പ്രകടമാക്കിയിട്ടുണ്ടോയെന്നും പിന്നെ ആത്മനിഷ്ഠ ശൈലി ക പ്രയോഗ് ഹുവ ഹെ അതായത് നമ്മൾ സ്വയം എഴുതുന്ന രീതിയിൽ ആ ഒരു സ്റ്റൈലിൽ വേണം എഴുതാനുള്ളത് और अब लेखक के बारे में लेखक का नाम क्या है कनक शशि ഈ കഥ എഴുതിയ ആളുടെ പേരെന്താണ് കനക് ശശി उनका जन्म 25 फरवरी 1980 में हुआ 25 फरवरी 1980 ജനിച്ചത് കനക് ശശി का जन्म मध्य प्रदेश में हुआ കനക് ശശി എവിടെയാണ് ജനിച്ചത് മധ്യപ്രദേശിൽ वे लेखन के अलावा डिज़ाइनिंग और चित्र बनाने का काम भी करती है എഴുത്ത് മാത്രമല്ല അവരെന്തൊക്കെയാണ് ഡിസൈനിങ് ജോലി പിന്നെ ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു ഗുട്ട്ലി तो परी है 30 की मुर्गी 20 में गुटली तो पराई है ആദി ഉൻകി രചനായേ ഹേ ഇവയെല്ലാമാണ് അവരുടെ കൃതികൾ താങ്ക് യു ഫോർ അറ്റൻഡിങ്